നാട്ടിൽ കിട്ടാവുന്ന എല്ലാ കാടമുട്ട മേടിച്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാരും വാങ്ങൂ, ഓൾവേസ് വെൽക്കം. വട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അത്രയ്ക്ക് കേമുവാ അവരുടെ സദ്യ. Anytime I bleed, you let me go, yeah. Anytime I feel, you got me, no. Anytime I see, you let me know. But the plan and see, just let me go. I'm on my knees when I'm begging, cause I don't wanna lose you. Hey, yeah. നാട്ടിൽ കിട്ടാവുന്ന എല്ലാ കാടമുട്ടയും മേടിച്ചിട്ടൊന്ന് പുഴുങ്ങി റോസ്റ്റ് അടിക്കാൻ പോവാണ്. ഇനി ഒറ്റ കാടമുട്ട പോലും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഓടി നടന്ന് എല്ലായിടത്തും കാടമുട്ട മേടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന വിചാരിക്കും ഇവനൊക്കെ ഇത് തന്നെ പരിപാടി ചെയ്യുന്നത്. ഇതൊക്കെയല്ലേ വയ്യ ഒരു എന്റർടൈൻമെന്റ്. അപ്പൊ ഗൈസ്, ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതേപോലുള്ള അഡാർ വീഡിയോസ് കാണാൻ, ട്രാവൽ വീഡിയോസ് കാണാൻ, കുക്കിംഗ് വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ. പിന്നെ എല്ലാവരും പറയുന്നോട്ട് ആ മണി അടിക്കാൻ മറക്കണ്ട, മണി മസ്റ്റാണ്. അപ്പൊ നമുക്ക് പരിപാടിയിലായിട്ട് കിടക്കാം. 3 കിലോ സവാളയും 1 കിലോ കൊച്ചുള്ളിയും ആണ് നമ്മൾ റോസ്റ്റ് അടിക്കാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ തക്കാളിയും, ഒരു 100 ഗ്രാം പച്ചമുളകും, ഇച്ചിരി കരിയാപ്പില, ഇത്തിരി മല്ലിയിലയും, കുറച്ച് ഗരം മസാലയും, കുറച്ച് മുളക് പൊടിയും, കുറച്ച് മല്ലിപ്പൊടിയും, കുറച്ച് മഞ്ഞപ്പൊടിയും, കുറച്ച് മീറ്റ് മസാലയും, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഉണ്ടെങ്കിൽ നമ്മുടെ റോസ്റ്റ് കിട്ടില്ലമായിട്ട് ഇനി വരും. ഇത് പൊളിക്കുന്നത്, കൊച്ചുള്ളി പൊളിക്കുന്ന വലിയൊരു ടാസ്ക്കാണ്. കൊച്ചുള്ളി പൊളിച്ചിട്ട് നല്ലപോലെ ചതച്ചെടുക്കുക. അതൊരു ടാസ്ക്കാണ്. അത് സാറും നമ്മുടെ ഗോവിന്ദും സച്ചുക്കുട്ടനോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിന്റെ കൈകളാണ് ഇങ്ങനെ മൃദുലമായി അതിനെ ഇരിച്ചോണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ പച്ചമുളകിനെ നമുക്ക് ചതച്ചെടുക്കണം. 1 കിലോ കൊച്ചുള്ളി പൊളിക്കാൻ പറ്റുമോ ആ മച്ചാന്മാരെ ചോദിച്ചപ്പോഴത്തേക്ക് ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞ ടീമുകൾ ഇവിടെ 1 കിലോ ഉള്ളിയും 3 കിലോ സവാളയും വെച്ചോണ്ട് കരച്ചിലോട് കരച്ചില്. കൊച്ചുള്ളി ചതച്ചപ്പോഴത്തേക്കിന് പഴയ ജിംനാസ്റ്റിയായ സാറിൻ്റെ കയ്യിൽ നേരെ ഉള്ളിയും കൊടുത്ത്. സാറ് പറയാം, കുപ്പിന്ന് വന്ന ഭൂതം പോലെ പണി കിട്ടിയെന്ന്. തീരുമ്പം പണി വന്നിട്ടിരിക്കും. ഇതൊന്നും അല്ല പണി. ഒരു സാധനം അവിടെ നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. 500 എണ്ണം ഉണ്ട്, അത് നമ്മൾ എണ്ണിയിട്ടില്ല. അത് പൊളിക്കുന്നത് അതിലും വലിയ ടാസ്ക്കാണ്. ഇത് ഉമ്മാർക്ക് ഇതൊരു അറിയത്തില്ല. അത് പൊളിക്കുമ്പോൾ ഉമ്മാർ കരയും. ഒരു 10 മിനിറ്റ് തിളച്ചാൽ മതി. കാടമുട്ട നല്ല വെന്ത് സെറ്റാവും. ഇനി അതിനെ ഊറ്റിയിട്ട് 2 വട്ടം പച്ചവെള്ളത്തിലൊന്ന് കഴുകണം. കുറച്ചു നേരം പച്ചവെള്ളത്തിൽ, നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സെറ്റായിട്ട് വരും. ഉള്ളിപൊളിയും മറ്റു പരിപാടിയും അവിടെ നടക്കുന്നേ ഉള്ളൂ. ലില്ലി ചേച്ചിയും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട് ഉള്ളിപൊളി, അല്ലെങ്കിൽ നമ്മൾ പെട്ടേനെ. ഇനിയാണ് ടാസ്ക്. 1000 കാടമുട്ട ഇമാരെ പൊളിച്ച് ഇമാരെ പിടിവിടും. 20 രൂപ മണി രൂപ കിലോ കണക്കിന് സവാള ഞാൻ അരിഞ്ഞു തള്ളി. ഏറ്റവും പാടുള്ള പരിപാടി കാടമുട്ട ഫ്രൈ. എല്ലാരും വാങ്ങോ. ശുദ്ധമായ കേരറ്റ് റോക്സ്, കടുക് മണിയെ, കരിയാപ്പില, എല്ലാം കേട്ടല്ലേ, സവാള, ഉള്ളിയെ. ചില സാങ്കേതിക കാരണങ്ങളാലും ഞങ്ങൾ വെച്ച ഉരുളി ചെറുതായതിനാലും ഞങ്ങളൊരു വലിയ ഉരുളിയിലോട്ട് ഉള്ളിയും എല്ലാം മാറ്റിയിട്ടുണ്ട്. പരിപാടിയിൽ ഏർപ്പെട്ട സാങ്കേതിക തടസ്സത്തിന് മാപ്പ് പറഞ്ഞുകൊണ്ട് കുറച്ച് കരിയാപ്പില അതിനോട്ട് വാടി വിതറി. ഇനി ആ ഉള്ളി ഒന്ന് ഇളക്കി ആ കളറൊന്ന് മാറുമ്പോഴത്തേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകിനെയും അതിനകത്തോട്ട് തട്ടുക. വീണ്ടും ഇതിനെ സോട്ട് ചെയ്യുക, നല്ലപോലെ ഇളക്കുക. സാറിന്റെ കൈകൾ അവിടെ ഉണ്ട്. പക്ഷെ സാറിനെ ഓവർടേക്ക് ചെയ്ത് അവിടെ സുധീഷും കിങ്ങിനിയും കയറി. സുധീഷ് ഷെഫ് ആണ് മൊത്തം ഇളക്കൊക്കെ പിന്നെ ഏറ്റെടുത്തത്. റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളി നല്ലപോലെ വാടി വരണം. ഉള്ളി നല്ല വാടി വരുമ്പോഴത്തേക്കിന് അരച്ച തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. നിറപറയുടെ ശുദ്ധമായ മുളക് പൊടിയെ, ശുദ്ധമായ മീറ്റ് മസാല, കുറച്ച് മല്ലിപ്പൊടിയെ,
കാടമുട്ട റോസ്റ്റിന്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചിരുന്ന കാടമുട്ട ഇതിന്റെ മേളിലോട്ട് വിതറി കൊടുക്കുക. ഇത്രയും മുട്ട ഒപ്പിച്ച പാട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മഴയത്ത് എല്ലാ കടകളിലും കയറി ഇറങ്ങി, നമ്മുടെ ചുറ്റുമുള്ള സിറ്റിയിലും അടുത്തുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങിയാണ് നമ്മൾ ഒരു 45 പാക്കറ്റ് മുട്ട ഒപ്പിച്ചത്. എല്ലാത്തിനെയും പുഴുങ്ങി റോസ്റ്റ് അടിക്കാൻ അതൊരു ആഗ്രഹമായിരുന്നു. 1000 കോഴിക്ക് അര കാടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗുണമുള്ള സാധനമാണ് ഈ കാടമുട്ട. അങ്ങനെ ആ മുട്ടയെ നമ്മൾ മസാലയോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിനകത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ മല്ലിയില വിതറി കൊടുക്കുക. മല്ലിയിലയും കൂടെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലയും ഈ മുട്ടയും എല്ലാം കൂടെ ഒരു മോപത്തിലെത്തണം. അതിനുവേണ്ടി തീ അങ്ങൊന്ന് മാറ്റിയിട്ട് കടലിൽ ഈ മസാല ഇട്ടിട്ട് ഇതിനെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. മുട്ടയ്ക്കും മസാലയ്ക്കും നോവാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. അങ്ങനെ ആ സ്നേഹത്തോടെ ഇളക്കി കൊടുക്കുമ്പോഴായിരിക്കും ഈ മുട്ടയിൽ മസാലയൊക്കെ പിടിച്ച് നല്ല റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അവസാനമായിട്ട് ഷെഫിൻ്റെ വക ഒരു പൊടിക്കൈ, അതായത് വീട്ടിൽ പൊടിച്ച നല്ല ഗരം മസാല അതിൻ്റെ മേളിലൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ഇവനെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി ഈ മുട്ടയും മസാലയും എല്ലാം കൂടെ നല്ലൊരു മുഹബത്തിലെത്തുമ്പോൾ ഒരു നല്ലൊരു മണം വായുവിൽ ഇങ്ങനെ വരും. ആ മണം കിട്ടുമ്പോഴത്തേക്കിന് മനസ്സിലായിക്കോണം നമ്മുടെ റോസ്റ്റ് റെഡി. അങ്ങനെ നമ്മുടെ കാടമുട്ട റോസ്റ്റ് നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ മക്കളെ, എത്ര മുട്ടയുണ്ടെന്ന് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പറയാം. നാട്ടിൽ കിട്ടാവുന്ന മൊത്തം മുട്ടയും നമ്മൾ പുഴുങ്ങിനകത്തിട്ടിട്ടുണ്ട്. ഒരു പട്ടി പൊറോട്ടയുമായിട്ട് സച്ചു വന്നിട്ടുണ്ട്. അവരെ കടയിൽ പറഞ്ഞ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്ത പൊറോട്ട 60 പൊറോട്ടയുണ്ട്. വാഴയില വെട്ടി വിതറി കഴിഞ്ഞിട്ട് പൊറോട്ടയ്ക്ക് വേണ്ടി ഒരു അംഗം തന്നായിരുന്നു. അഫ്ഗാനിസ്ഥാനും താലിബാനും തമ്മിലുള്ള യുദ്ധമൊന്നുമല്ല, ഈ പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള അടിയാണ് മക്കളെ അടി. അവസാനം അമേരിക്കയുടെ പ്രതിനിധി പോലെ സച്ചു വന്നിട്ട് എല്ലാവർക്കും അത് തുല്യമായിട്ട് വീതിച്ച് നൽകി. അവിടെയും അടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൊറോട്ട എല്ലാവർക്കും നൽകി. അതിലൊരു പീസ് പൊറോട്ട എടുത്ത് ഞാൻ ആരും കാണാതെ വായിലോട്ട് വെച്ച് നല്ല വെന്തിട്ടുണ്ട്, നല്ല മയമുണ്ട്. ഇനി ഈ നല്ല മയമുള്ള പൊറോട്ടയിലേക്ക് നമ്മുടെ ചൂട് മുട്ട റോസ്റ്റ് ഇടാൻ പോവാം. മുട്ട റോസ്റ്റ് എടുത്ത് പൊറോട്ടയുടെ മേലോട്ട് വെച്ച് പൊറോട്ട ഒന്ന് കുതിർന്നപ്പോൾ ആ മുട്ട റോസ്റ്റും ആ മുട്ടയും കൂടെ എടുത്ത് വായിലോട്ട് വെച്ച് കഴിച്ച് എൻ്റെ പൊന്നു മക്കളെ, സ്വർഗം മാമാ സ്വർഗം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആസ്വദിച്ച് ഞങ്ങൾ എല്ലാവരും ആഹാരം കഴിച്ചു. നമ്മൾ എന്ത് കഴിക്കുന്നു എന്ത് കഴിക്കുന്നില്ല എന്നുള്ളതല്ല, കഴിക്കുന്ന ആഹാരത്തെ ആസ്വദിച്ച് കഴിക്കുമോ എങ്കിൽ അതിന് രുചി കയറും. എല്ലാവരുടെ ഒരുമിച്ചിരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണി അടിച്ച് പൊട്ടിക്കുക. തുടർന്നൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.